റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ദിനം പ്രതി കൂടുതൽ രക്തരൂക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലാകെ റഷ്യ നടത്തിയ ഭീകരമായ ആക്രമണ പരമ്പരയിൽ കുറഞ്ഞത് 15 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 118 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്ന വാർത്ത ലോകത്തെയാകെ നടുക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ഉദ്യോഗസ്ഥരാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ആകാശമാർഗമുള്ള ആക്രമണങ്ങളും കരയുദ്ധവും ഒരുപോലെ സാധാരണക്കാരുടെ ജീവനെടുക്കുന്ന ഭയാനകമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡിനിപ്രോ എന്ന മധ്യകിഴക്കൻ നഗരത്തിൽ രാവിലെ നടന്ന ആക്രമണം മരണസംഖ്യ കുത്തനെ ഉയരാൻ കാരണമായി. ഒരു സാധാരണ ദിനം തുടങ്ങാനിരിക്കെ റഷ്യ നടത്തിയ ഈ മിന്നൽ ആക്രമണം നഗരവാസികൾക്ക് വലിയ ആഘാതമാണ് നൽകിയത്. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണങ്ങൾ ഉക്രൈനിലെ സാധാരണ ജീവിതം എത്രത്തോളം സുരക്ഷിതമല്ലാത്തതാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഉക്രൈന്റെ വ്യോമസേന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രാത്രിയിൽ മാത്രം റഷ്യ 108 ഡ്രോണുകളാണ് ഉക്രൈനിലേക്ക് തൊടുത്തുവിട്ടത്. അർദ്ധരാത്രിയുടെ മറവിൽ നടന്ന ഈ ആക്രമണം വളരെ ആസൂത്രിതമായിരുന്നു. ഇതിൽ 82 ഡ്രോണുകളെ ഉക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെങ്കിലും ശേഷിച്ചവ നഗരങ്ങളിൽ പതിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. സാങ്കേതികമായി ഉക്രൈന്റെ പ്രതിരോധം ശക്തമാണെങ്കിലും ഡ്രോണുകളുടെ അമിത ഉപയോഗം തടയുന്നതിൽ അവർക്ക് വലിയ പരിമിതികളുണ്ടെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ സപ്പോറിഷ്യ മേഖലയിലാണ് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. റഷ്യൻ ആക്രമണത്തിൽ ഈ മേഖലയിൽ മാത്രം 6 പേർ കൊല്ലപ്പെടുകയും 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പ്രാദേശിക ഗവർണർ ഇവാൻ ഫെഡോറോവ് സ്ഥിരീകരിച്ചു. നിരപരാധികളായ മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ നിലപാടുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. സപ്പോറിഷ്യയിലെ ആക്രമണങ്ങളിൽ ഏറ്റവും ദാരുണമായത് ഒരു മിനി ബസ് ആക്രമിക്കപ്പെട്ട സംഭവമാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റഷ്യൻ മിസൈലോ ബോംബോ പതിച്ചതിനെ തുടർന്ന് ആ മിനി ബസ് പൂർണ്ണമായും തകർന്നു. ആ വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും ഒരു കുട്ടി ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സാധാരണക്കാർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് റഷ്യയുടെ യുദ്ധതന്ത്രങ്ങൾ മാറിയിരിക്കുന്നത്. യുദ്ധക്കളത്തിലെ ഈ ക്രൂരതകൾ മനുഷ്യത്വത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ്. ഓരോ ആക്രമണവും കഴിയും തോറും തകർക്കപ്പെടുന്നത് കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല, ഒട്ടേറെ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. സപ്പോറിഷ്യയിലെ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഉക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ ആക്രമണത്തിന്റെ വ്യാപ്തി അവരുടെ ശേഷിയെ വെല്ലുവിളിക്കുന്നു. 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ തളർത്താനും അതുവഴി ലക്ഷ്യസ്ഥാനങ്ങളിൽ എളുപ്പത്തിൽ പ്രഹരിക്കാനുമുള്ള റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇത് യുദ്ധത്തിന്റെ രീതിശാസ്ത്രം എത്രത്തോളം മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. യുദ്ധം തുടങ്ങിയിട്ട് നീണ്ട കാലമായെങ്കിലും റഷ്യയുടെ ആക്രമണങ്ങൾക്ക് ഒട്ടും തീവ്രത കുറഞ്ഞിട്ടില്ല. മറിച്ച് ജനങ്ങളെ മാനസികമായും ശാരീരികമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ഭയാനകമായ ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സപ്പോറിഷ്യയിലെയും ഡിനിപ്രോയിലെയും സംഭവങ്ങൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിനായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും കടുത്ത നിലപാടുകൾ ഈ ദുരന്തം നീട്ടിക്കൊണ്ടു പോകാൻ ഇടയാക്കുന്നു. ആക്രമണങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉക്രൈനിലെ ജനങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്, സഹതാപമല്ല. ദിവസവും മരണത്തെ മുഖാമുഖം കാണുന്ന ഓരോ ഉക്രൈൻ പൗരനും ഭയത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് ഓടുന്ന ജനങ്ങളുടെ കാഴ്ച ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വേദനയാണ്. ഡിനിപ്രോയിലെയും സപ്പോറിഷ്യയിലെയും ആക്രമണങ്ങൾ വലിയൊരു പാഠമാണ് നൽകുന്നത്. യുദ്ധത്തിൽ ജയിക്കുന്നവർക്ക് പോലും നഷ്ടപ്പെടുന്നത് മാനവികതയാണ്. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വിപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. ഒരു മിനി ബസ്സിലെ കുട്ടികളുടെയും സാധാരണക്കാരുടെയും നേർക്കുള്ള ആക്രമണം മാനുഷിക മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നു. യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ചെയ്തികൾക്കെതിരെ ലോകരാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ആർക്കും ആരെയും തടയാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. റഷ്യയുടെ ഡ്രോൺ ആക്രമണങ്ങളും ഉക്രൈന്റെ വ്യോമ പ്രതിരോധ പോരാട്ടവും ഒരു നീണ്ട യുദ്ധത്തിന്റെ ഭാഗമാണ്.
തങ്ങൾ കീഴടങ്ങില്ലെന്ന ഉക്രൈന്റെ പ്രഖ്യാപനം നിലനിൽക്കുമ്പോഴും ഇത്തരം ആക്രമണങ്ങൾ അവരുടെ ആത്മവീര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ് ഈ പ്രതിസന്ധികളിലും ഉക്രൈനെ പിടിച്ചു നിർത്തുന്നത്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഉക്രൈനിലെ ഓരോ പൗരനുമുള്ളത്. യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല. അതുവരെയും ഇത്തരം ദുരന്തങ്ങൾ ഉക്രൈന്റെ മണ്ണിൽ തുടർക്കഥയാക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു. 10,000-കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഈ പോരാട്ടം ഒടുവിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ഈ ആക്രമണങ്ങൾ വേദനയുടെ പുതിയ അധ്യായങ്ങൾ മാത്രമാണ് എഴുതി ചേർക്കുന്നത്.